ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പിന്തുണയുമായി പി. ജയരാജൻ. കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ടെന്നും അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാ അപരാധമാണുള്ളതെന്നും പി. ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. മിഥുൻ, നമുക്കറിയാം പി. ജയരാജനെ സംബന്ധിച്ചിടത്തോളം മഹാ അപരാധമൊന്നും ആയിരിക്കില്ല. പക്ഷേ ടി.പി. ചന്ദ്രശേഖരന്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണച്ച വലിയൊരു സമൂഹമുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അപരാധം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്, പി. ജയരാജന് അത്രത്തോളം അപരാധമല്ല എന്ന് തോന്നുന്നെങ്കിൽ പോലും നമുക്കറിയാം രാഷ്ട്രീയ കൊലപാതകം ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റൊരു ജീവനെ അപഹരിക്കുന്നവർ ആരൊക്കെ തന്നെയായാലും അവർ പ്രതികൾ തന്നെയാണ്. അവർ നിയമത്തിന് മുന്നിൽ എത്തുക തന്നെ ചെയ്യണം. അവർക്ക് യാതൊരു ദാക്ഷിണ്യവും നൽകരുത് എന്നൊരു മനോഭാവം തന്നെയാണല്ലോ സാധാരണ ജനങ്ങൾക്കുള്ളത്. ദേവിക, തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരമൊരു പിന്തുണ കൊടിസുനിക്ക് പി. ജയരാജൻ നൽകിയിരിക്കുന്നത്. കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ട് എന്ന് പി. ജയരാജൻ ആവർത്തിക്കുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 6 വർഷമായി യാതൊരു പരോളും നൽകാതെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് കൊടിസുനി. മാത്രമല്ല, നമുക്കറിയാം ടി.പി. ചന്ദ്രശേഖരൻ എന്ന കേരളം ഞെട്ടിയ കൊലപാതക കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് കൊടിസുനി. ജയിലിൽ കഴിയുന്ന സമയത്ത് തന്നെ ജയിലിൽ ഇരുന്നു കൊണ്ട് കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് പുറത്ത് നടപ്പിലാക്കുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം. അത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾക്ക് പേര് കേട്ട ഒരാൾക്കാണ് ഇപ്പോൾ പരോളിന് അർഹതയുണ്ട് എന്ന് CPM-ന്റെ കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി. ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കോവിഡ് സമയത്ത് പോലും കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല എന്നും പി. ജയരാജൻ പറയുന്നുണ്ട്. അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണ് ഉള്ളതെന്നും പി. ജയരാജൻ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, പി. ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്ത് നടന്ന അക്രമ സംഭവങ്ങളൊക്കെ തന്നെ അറിയാം. പലപ്പോഴും ഈ ടി.പി. കേസ് പ്രതികളെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതുമായി കൂട്ടി യോജിച്ച് സംസാരിക്കുമ്പോൾ ഈ പ്രതികരണത്തിന്, അതായത് ഇത്തരത്തിൽ കൊലപാതക കേസ് പ്രതികളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഇപ്പോഴും പി. ജയരാജൻ തുടരുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പരസ്യമായ സൂചന തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ നോക്കിക്കാണാൻ. അതായത് പി. ജയരാജന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് തൊട്ട് താഴെ തന്നെ അദ്ദേഹത്തിനെതിരെ, അതായത് ഈ രാഷ്ട്രീയ നിലപാടിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ കൊലപാതക കേസിൽ പ്രതികൾക്ക് ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ചോദ്യമടക്കം അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആളുകൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനകം പി. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിട്ടുമുണ്ട്. ദേവിക. ശരി മിഥുൻ.